നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി ആയിട്ടാണ്. എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടൊരു മുട്ടക്കറിയാണ്. ഒത്തിരി മസാല ഐറ്റംസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യമേ ഒരു പാനിനകത്തേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായപ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് ഒരു 2 സവോള ചെറുതായിട്ട് കനം കുറച്ചത് അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി കേട്ടോ, പെട്ടെന്ന് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. ഇനി നമ്മുടെ ഈ സവോളയൊന്ന് പെട്ടെന്ന് വഴരാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം ഉപ്പും കൂടെ അതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന്, ഞാനൊരു 4 മുട്ടയാണ് കറി വെക്കുന്നത്. 4 മുട്ടയ്ക്കാണ് ഞാൻ ഈ 2 സവോള എടുത്തിരിക്കുന്നത്. ഒത്തിരി സവോള ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുട്ടക്കറിക്കൊരു മധുരമായിരിക്കും. നമ്മുടെ സവോള ഒന്നൊരു 3/4 മൂപ്പായിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്ക് ഒരു തക്കാളി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആണെങ്കിൽ അത്ര നല്ല, ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇനി നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഒത്തിരി മസാലയൊന്നും ഇടുന്നില്ല. നമ്മളാകെ ഒരു സ്പൂണ് നമ്മുടെ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കും. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി മാത്രമേ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുള്ളൂ. അതായത് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുട്ടക്കറിയാന്ന് പറഞ്ഞത്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒത്തിരി മസാല ഐറ്റംസും വേണ്ട, ഒത്തിരി പൊടി ഐറ്റംസും ഇല്ല, ഒത്തിരി മസാല കുത്തലും ഒന്നും ഇല്ലാതെ നമ്മൾ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഈ മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടു. അല്ലെങ്കിൽ നമ്മുടെ ആ മീറ്റ് മസാല മാത്രം ഇട്ടാൽ മതി. നന്നായിട്ട് പച്ചമണം പോകുന്നോടം വരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി ആണേ. കൂടുതൽ ഈ ബാച്ചിലേഴ്സ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ അല്ലേ ഇങ്ങനെ കറി വെക്കാനൊക്കെ പാട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനൊരു കറി. ഇനി നമ്മൾ ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ടക്കറിക്ക് എന്തേരം ഗ്രേവി വേണം അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചല്ലോ, അതിനകത്ത് ആ ചാറിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് നമ്മുടെ തക്കാളിയും നമ്മുടെ സവോളയെല്ലാം നന്നായിട്ടൊന്ന് വെന്തൊന്ന് കുറുകി വരണം. വെള്ളം അവനവൻ്റെ ആവശ്യത്തിന് ഒഴിക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക്, ഉപ്പ് കുറവുണ്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, നമുക്കൊരു ഉപ്പ് ശകലവും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി ഇടരുത്, കുറച്ചിട്ട് കൊടുക്കണം. മുട്ടക്കറിക്ക് പെട്ടെന്ന് ഉപ്പ് കൂടുതൽ തന്നെ നമ്മൾ സവോളയ്ക്കകത്ത് ഉപ്പിട്ടാണ് നമ്മൾ വഴറ്റിയിരുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഒത്തിരി ചാറല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ കറിക്കകത്തോട്ട് ഈ അരപ്പിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇച്ചിരി ചിക്കനോ ബീഫോ ഒക്കെ ഇട്ട് കറി വെച്ച് എടുക്കുകയും ചെയ്യാം. അത്രയും ഒറ്റ ഒരു ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മുട്ടക്കറി മാത്രമല്ല, ഈ ഗ്രേവി ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് പിന്നെ മുട്ട പുഴുങ്ങി അതിനകത്തോട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവേ. അങ്ങനെയൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. നമ്മുടെ മുട്ടക്കറി അങ്ങനെ നല്ലപോലെ കുറുകി പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാറിട്ട് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇച്ചിരി നമുക്ക് കുറുക്കിയെടുക്കാവേ. ഇനി നമുക്കിതിനകത്തോട്ട് ഞാനൊരു 4 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തേ. നമ്മുടെ ഗ്രേവിയൊക്കെ ഇച്ചിരി നമ്മുടെ മുട്ടയുടെ മുകളിലേക്കൊക്കെ ഒന്ന് കോരിയിട്ട് ഇത്തിരി തവി ഇട്ട് ഇളക്കുകയും ചിലപ്പോൾ നമ്മൾ മൂർച്ചിട്ടേക്കുന്ന മുട്ട ആയതുകൊണ്ടേ അതങ്ങനെ പോവും. ഇങ്ങനെ ഇളക്കി വെച്ചാൽ മതി.
നമ്മുടെ മുട്ടയ്ക്കകത്തോട്ടുള്ള അരപ്പൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് രണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, തികച്ചും ഓപ്ഷനിലാണ്. ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടെ അതിൻ്റെ മുകളിലേക്കിട്ട് നമ്മുടെ അടിപൊളി മുട്ടക്കറി 5 മിനിറ്റ് പോലും എടുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുട്ടക്കറി റെഡിയായി. ചോറിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ പുട്ടിനോ എന്തിനു വേണേലും കൂട്ടാൻ പറ്റുന്നത്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി മുട്ടക്കറി നമ്മൾ തയ്യാറാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കി നോക്കണം. നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.